സൂവിനകത്തേക്ക് കടക്കരുതെന്നുള്ള എന്റെ ആജ്ഞ നീ നിരസിച്ചിരിക്കുകയാണ്. മാത്രമല്ല നിന്റെ കൂടെയുള്ള മറ്റ് സ്കൗട്ട്സിനോടുള്ള നിന്റെ പെരുമാറ്റവും തീരെ ശരിയല്ല. ശരിയാ, ഡ്രാഗൺ സ്കൗട്ട് ജൂലിയുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതാ. അവളൊരു ചീന മുട്ടയാ. എനിക്ക് മുട്ട ഇഷ്ടവാ, ചീന മുട്ടയല്ല. പക്ഷേ ഇവരൊക്കെ നിനക്ക് മെറിറ്റ് ബാഡ്ജ് തരില്ല. എന്താണിത് ജാക്കി? എപ്പോഴും ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട്. അത് സത്യത്തിൽ പക്ഷേ ഞങ്ങൾ അതിനുവേണ്ടിയല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഡ്രാഗൺ ലീഡർ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? എന്റെ മരുമക്കളും നിങ്ങളുടെ മരുമക്കളും എല്ലാം കൂടെ വെറുതെ കിടന്ന് അടികൂടിയത്. ഞങ്ങൾ യൂണിഫോം വാങ്ങാൻ വേണ്ടി വന്നതാ. യൂണിഫോം വാങ്ങാൻ വന്നെന്നോ? ഡ്രാഗൺ ഡാഡീസ് ആയിക്കൊള്ളാമെന്ന് ഇവര് സമ്മതിച്ചതാണ്. നല്ല പ്രകടനം. നിങ്ങളുടെ മരുമക്കളൊക്കെ വളരെ നല്ല കുട്ടികളാണ്. എന്നാൽ അതേസമയം എന്റെ കൂടെ വരൂ മിസ്റ്റർ ചാൻ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കുട്ടികളെ വളർത്തുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചോളൂ, ഉത്തരം പറയാൻ ഞങ്ങൾ റെഡിയാണ്. ആ ഡ്രാഗൺ ലീഡർ എന്നോട് പറഞ്ഞു എന്താണെന്ന് അറിയാമോ നിനക്ക്? ഇനി നീ എന്തെങ്കിലും അങ്ങനെ കാണിച്ചാൽ അവിടുന്ന് എന്നെ പുറത്താക്കുമെന്ന്. ഈ ആഴ്ചയിലുള്ള ഡ്രാഗൺ അഡ്വഞ്ചറിൽ ഒരു പ്രശ്നവും കാണിക്കാതെ നോക്കണം കേട്ടോ നീ. ഞങ്ങൾക്ക് ഡ്രാഗൺ അഡ്വഞ്ചർ ഉണ്ടെന്നോ? അതെനിക്ക് വളരെ ഇഷ്ടം. കോക്കാട്ട് വണ്ടി ഓടിക്കാം, മല കയറാം. മ്യൂസിയത്തിൽ ഇപ്പോൾ ഇതിനാണ് ഞാൻ ബട്ടർ കപ്സിന്റെ പുറത്തേക്ക് വന്നത്. മ്യൂസിയത്തിൽ ഇപ്പോഴാണ് എക്സിബിഷൻ തുടങ്ങിയിരിക്കുന്നത്. അതാണ് എനിക്കൊട്ടും ഇഷ്ടമല്ല. നമുക്ക് രണ്ടുപേർക്കും ബോറാ. ഗോൾഡൻ സ്റ്റാച്യു തട്ടിയെടുക്കാൻ വേണ്ടിയാണ് എൻഫോസിസ് ഇതിനെല്ലാം വേണ്ടി സമ്മതിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായി. ഡ്രാഗൺ അഡ്വഞ്ചർ കൊള്ളയടിക്കാൻ പറ്റിയ സന്ദർഭം. അതുകൊണ്ടാണ് ഞാനും നിന്നോടൊപ്പം വരുന്നത്. അത് നന്നായി. ട്രാങ്ക് ചാർലി റോക്കോ ഇവരെ കാര്യം ഞാൻ ഏറ്റു. ഓക്കേ ഡ്രാഗൺ ഡാഡി. ശരി, ഓക്കെ, സമ്മതിച്ചു. നീ എന്തിനാ മുകളിലേക്ക് പോകുന്നത്? ആ മാന്ത്രിക കനി പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓക്കേ ജാക്കി, നമുക്ക് വേഗം പോവാം. എൻഫോഴ്സസ് എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് നമുക്ക് അവിടെ എത്തണം. അയ്യാ, ആ മാന്ത്രിക കല്ലുകൊണ്ട് അങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. ആ മാന്ത്രിക കല്ല് എന്റെ കയ്യിലേക്ക് തരൂ ജൂലി. ഏതായാലും നീ ആ സീലിംഗിലാണല്ലോ, വേഗം അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാൻ നോക്ക്. ഇതാ. എല്ലാവർക്കും സ്വാഗതം. വടക്കേ ധ്രുവത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പുരാതന വസ്തുക്കളും ഈ മ്യൂസിയത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും പഴക്കമുള്ളതും, അതായത് 3000 വർഷം പഴക്കമുള്ള വിലമതിക്കാനാവാത്ത ഒരു ഗോൾഡൻ സ്റ്റാച്യു. വിലമതിപ്പുള്ള സാധനങ്ങളാണ് എനിക്കിഷ്ടം. സ്വീറ്റ്. ആ അത്ഭുതം. മനോഹരം. അതിന് മാത്രം ആശിക്കേണ്ട മക്കളെ. എന്തിനു വേണ്ടിയാ ഗ്രൂപ്പ് വിട്ട് ഇവിടേക്ക് വന്നത്? പാർട്ടി ബ്രേക്ക്. ഓക്കേ, മൂന്ന് പേർക്ക് ഒരുമിച്ച് അങ്ങ് മുട്ടിപ്പോയോ? അയ്യോ, ആരെ ലൈറ്റ് ഓഫ് ആക്കിയത്? എല്ലാ ഡ്രാഗൺസും ഇപ്പോൾ ശാന്തത പാലിക്കേണ്ടതാണ്. പവർ കട്ടായിരുന്നു മക്കളെ. എന്ത് പറ്റി? ആ ഗോൾഡൻ സ്റ്റാച്യു ആരോ മോഷ്ടിച്ചു. പക്ഷെ കള്ളന്മാർ ഇപ്പോഴും ഇതിനകത്ത് തന്നെയുണ്ട്. വേഗം കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റണം. അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ ഡ്രാഗൺസ്, സിംഗിൾ ബൈ ഡബിൾ ഔട്ട്. അവിടെ നിൽക്ക്. നിങ്ങളെ ഞാൻ കൈയോടെ പിടിച്ചിരിക്കുകയാണ്. ടോയ്ലറ്റ് പേപ്പർ ആയിരുന്നു. ഇതെന്താ? ഞങ്ങളുടെ വീട്ടിൽ ടോയ്ലറ്റ് പേപ്പർ ഇല്ല. ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നേ? പോലീസിനെ വിളിപ്പിക്കാൻ പോവാണോ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഗോൾഡൻ സ്റ്റാച്യു നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ മോഷ്ടിച്ചത്? കൊള്ളാം. ഏയ്, അതെന്റേതാ. മര്യാദയ്ക്ക് പോയിക്കോ, അല്ലെങ്കിൽ കിട്ടും. നിങ്ങൾ 3 പേരും കള്ളന്മാരാണ്. നീ ആള് കൊള്ളാമല്ലോ. നീ കട്ടെടുത്തിട്ട് എന്റെ ലോക്കറിൽ കൊണ്ടുപോയിടുകയാണല്ലേ? കഥ എഴുതാ അറിയാമല്ലേ? നിങ്ങളൊക്കെ എങ്ങനത്തെ കള്ളന്മാരാണ്? അവരല്ല കള്ളന്മാര്, ഞങ്ങളാണ് കള്ളന്മാർ.